എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഒത്തിരി ചിന്തിക്കുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഒത്തിരി ചിന്തിക്കുന്നത് ആരാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ലവ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആരാണ് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത്, ഈ ഒരു നിമിഷം എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക. നിങ്ങൾ സിംഗിളാണെങ്കിലും അല്ല നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അതല്ല ഈ റീഡിംഗ് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് കണ്ടു നോക്കാവുന്നതാണ്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആരാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൻ്റെ എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും മേ ബി സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ അതിനൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ടാവില്ല. അതായത് ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പ്രത്യേകിച്ചും ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾക്ക് മേ ബി കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കാൻ, പക്ഷേ ആ പേഴ്സണ് ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. മേ ബി അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുമുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളുടെ വിവാഹം ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും മേ ബി ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി വരൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭാവി വരൻ, നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ വിവാഹം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിയെ ഇഷ്ടമുണ്ടെങ്കിൽ, അതായത് അത് ആ വ്യക്തിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ട്, അത് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളോട് ചെറിയൊരു ഇഷ്ടം ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, എപ്പോഴാണ് ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കുക എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കിഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം.
ഓക്കെ, നിങ്ങളെ ഇഷ്ടമുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം ആ വ്യക്തിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതായത് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് കിട്ടാത്തത് കൊണ്ട് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാണ് ഇനി ഞാൻ എൻ്റെ ഇഷ്ടമൊന്ന് തുറന്ന് പറയുക, ഇനി തുറന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഇഷ്ടമാവുമോ എന്നെല്ലാം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെങ്കിൽ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിലും നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആരാണെന്നും എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. അതായത് ആരാണ് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതെന്നും അതുപോലെ തന്നെ അവർ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ലഭിച്ച മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.